പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 50:22. എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സിഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാനിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുലിഖിതത്തിൽ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവത്തെ വാഴ്ത്തുക. പറക പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൻ കാര്യങ്ങളാണ്. ലോകദൃഷ്ടിയിൽ അത് ചെറിയ കാര്യങ്ങളെന്ന് തോന്നാമെങ്കിലും അതെല്ലാം വലിയ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലായിടത്തും വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഭാവന കാണാൻ പറ്റാത്ത, സ്വപ്നം മാത്രം കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു തരും. നീ അതിനെ പ്രതി ദൈവത്തെ വാഴ്ത്തണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ വന്നപ്പോൾ ഒരു കവുങ്ങിൻ്റെ ചോട്ടിലിരുന്നുണ്ട് ഒരു ചേച്ചി സ്വപ്നം കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്. വലിയൊരു വൻ കാര്യമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി അത് മറന്നുപോയി. എന്നാൽ ദൈവം അത് ഓർമ്മയിൽ വെച്ച് ദൈവം അത് ചെയ്തു കൊടുത്ത്. തുടർന്ന് ദൈവത്തെ വാഴ്ത്താൻ വേണ്ടി ആ ചേച്ചി ഒരു ധ്യാനത്തിൽ വന്ന് ദൈവത്തെ അങ്ങോട്ട് വാഴ്ത്തി സംസാരിച്ചു. നമുക്കതിപ്പോൾ ശ്രവിക്കാം. എൻ്റെ പേര് ബീന കുര്യാക്കോസ്. പഴയ തൃശ്ശൂർ അതിരൂപതയിലെ പഴയന്നൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് സിഹിയോനിൽ എത്തുന്ന ദിവസമായിരുന്നു എൽഷദായി എന്ന് അച്ഛൻ പറഞ്ഞ ആ ബസ്സിൻ്റെ ആ ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ ആദ്യം ഇവിടെ വരുന്നത്. ഒരു ആദ്യ വെള്ളിയാഴ്ച ഇവിടെ കൺവെൻഷൻ വേണ്ടി വന്നില്ലേ? എന്നിട്ട് അപ്പോൾ എനിക്ക് ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ എനിക്കൊരു വീട് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അതിന് എൽഷദായി എന്നായിരിക്കും പേരിടുന്നത്. നാളുകളായിട്ട് വീടില്ലാതിരിക്കുകയായിരുന്നു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചത്. എത്ര വർഷമായിട്ട്? 14 വർഷമായിട്ട് ഒരു വീടില്ലാത്തത് കൊണ്ട്, ഒരു വീടില്ലാത്തതിന്റെ സങ്കടത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബമാണ്. എന്നിട്ട് അപ്പോൾ ഭൗതികമായിട്ട് ഞങ്ങളുടെ നാട് തൃശ്ശൂരല്ല, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരാണ്. അപ്പോൾ അവിടെ നാട്ടിൽ തറവാടും സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ തൃശ്ശൂർ ഞങ്ങൾക്ക് വീട് പണിയാനായിട്ട് ഭൗതികമായിട്ട് യാതൊരു സാഹചര്യവും കയ്യിലില്ല. ഇതാണ് അതിന്റെ സത്യം അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അച്ഛൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ ചുമ്മാ ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ പോരാ, അത് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, പള്ളിയുടെ പരിസരത്തായിട്ട് തന്നെ അത് കൃത്യം കാര്യങ്ങൾ. ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞ വീട് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ആ ചേച്ചി എന്തൊക്കെയാ ചോദിച്ചത്? പള്ളിയുടെ പരിസരത്ത് വേണം, പിന്നെ 3 ബെഡ്റൂം വേണം, ക്ലിയർ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വേണം, ക്ലിയർ. പിന്നെ 2 അടുക്കള വേണം, ഒരു മോഡേൺ അടുക്കളയും വേണം, പിന്നെ അടുക്കളയും വേണം, പിന്നെ സിറ്റ് ഔട്ട്, ഹാള്, വർക്ക് ഏരിയ, ഇത്രയും എനിക്ക് വേണമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഇച്ഛനോട് പോലും പറഞ്ഞില്ല. കാരണം അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് വിശ്വാസം. അപ്പോൾ ഞാൻ ആ കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് മനസ്സിൽ നിന്ന് വിട്ടു. അങ്ങനെ ഞാനിങ്ങനെ അന്ന് ഇവിടെ ഒന്നും ഇരിക്കാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ വന്നിട്ട് അവിടെ ആ കവുങ്ങും തോട്ടത്തിൽ ഒരു കവുങ്ങിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് ഞാനിത് അതായത് 50,000 ആൾക്കാർ വരുന്ന കൺവെൻഷനാണ്. അപ്പൊ ഈ മെയിൻ കോൾ എന്ന് പറയുക താഴത്തെ കവുങ്ങിന്റെ ചോട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് ദൈവത്തോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യം അങ്ങനെ അന്ന് പ്രാർത്ഥിച്ചു. ഞാനത് മനസ്സിൽ നിന്ന് വിട്ടു. അത് നടക്കാൻ പോകുന്നതാണെന്ന് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശരി.
അപ്പൊ കാരണം ഭൗതികമായിട്ട് നോക്കിയാൽ അതിന് യാതൊരു സാഹചര്യമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം പിന്നീട് ഞങ്ങൾ ഒരു 7 ആദ്യ വെള്ളിയാഴ്ച കൂടി ഇവിടെ വന്നു. പേരിടാന്നുള്ള കാര്യം തീരുമാനിച്ചു. അതും അപ്പൊ കിട്ടിയെങ്കിൽ ഇടുമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 7 ആദ്യ വെള്ളിയാഴ്ച ഞങ്ങൾ വന്നു. പക്ഷെ ഈ നിയോഗത്തിന് വേണ്ടിയൊന്നും അല്ല ഞങ്ങൾ വന്നിരുന്നത്. അത് പക്ഷേ ദൈവം അത്ഭുതകരമായി ഞങ്ങൾ നാട്ടിലെ കുറച്ച് സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചുരുങ്ങിയ വിലയ്ക്ക് മേടിച്ചിട്ടിരുന്നു. അപ്പോൾ ആ സ്ഥലം ഉടനെ എങ്ങും വിൽക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ആ സ്ഥലത്തേക്ക് വഴിയില്ലായിരുന്നു. അപ്പോൾ ഈ ധ്യാനത്തിന് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മലയോര ഹൈവേ വരുന്നതിൻ്റെ റീസർവേ എടുത്തു. അപ്പോൾ ഞാൻ റീസർവേ എടുത്തപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഞങ്ങൾ മാസത്തിൽ 1-2 തവണയൊക്കെ നാട്ടിൽ പോകാറുള്ളൂ. നാട്ടിൽ പോയപ്പോൾ ഒരു ബ്രോക്കർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വിറ്റേക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വിലയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഇച്ചായൻ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയൊന്നും അറിയില്ല, കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ തൃശ്ശൂരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ വില പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മേടിച്ചതിൻ്റെ 7 ഇരട്ടി വില, 7 ഇരട്ടി വില ആ സ്ഥലത്തിന് അവർ പറഞ്ഞു. ചേന എന്താ മറുപടി പറയണ്ടെന്ന് അറിയാതെ ഞാൻ വീട്ടിലൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അങ്ങനെ പോന്നതിന് ശേഷം സ്ഥലം വിറ്റ് അല്ലേ? ആ സ്ഥലം വിറ്റു. ഞാൻ വീട് പണിതു. എൽഷദായ് എന്ന പേരിട്ടു. 3 ബെഡ്റൂം. അത് എല്ലാം അതുപോലെ പള്ളിയുടെ അടുത്ത്. ഇവിടെ ഇരുന്ന കവുങ്ങൻ ചോട്ടിലിരുന്ന കർത്താവിനോട് എങ്ങനെ ചോദിച്ചോ അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് പാട്ട് പാടി ആരാധിക്കണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. നന്നായിട്ട് കൈയടിച്ച് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരുടെ ജീവിതത്തിലും വൻ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിനെ വാഴ്ത്തണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഈ ചേച്ചിയുടെ സ്ഥിതി നിജോഗ സഹോദരങ്ങളെ നാളുകളായിട്ട് വീടില്ല, എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തീരുമാനം എടുത്തുകൊണ്ട് കർത്താവിനോടൊരു സ്വപ്നം പറഞ്ഞപ്പോൾ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി, ഇതാ ഈ ദാസയ്ക്ക് വേണ്ടി അവിടുന്ന് വൻ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദാവീദ് ഇതേ കാര്യം പറഞ്ഞു, വൻ കാര്യങ്ങൾ ചെയ്ത കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ വലിയ കാര്യങ്ങൾ, മഹത്തരമായ കാര്യങ്ങൾ, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് ചെയ്തു തന്നു. അതിനെ എല്ലാം ഓർത്ത് കർത്താവിന് മഹത്വം കൊടുത്ത് നമുക്ക് വചന ശുശ്രൂഷ പ്രവേശിക്കുമ്പോൾ ദൈവം പുതിയൊരു കൃപ, പുതിയൊരു ബ്ലെസ്സിങ് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. സാധിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവം ഇതുവരെ നൽകിയ എല്ലാ മഹത്തായ കാര്യങ്ങളും ഓർത്ത് കർത്താവിനെ നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, വീണു പോകാവുന്ന എത്രയോ നാളുകളുണ്ടായിരുന്നു, അവിടെ ഞങ്ങളെ താങ്ങി നിർത്തി. ജീവൻ നഷ്ടപ്പെട്ടു പോകാവുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ ജീവനെ നിലനിർത്തി. ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥ, എത്രയോ അവസ്ഥകളുണ്ടായി. ദൈവമേ, അവിടെ എല്ലാം അവിടുന്ന് താങ്ങി വഴി നടത്തി. കർത്താവേ, ഓ ദൈവമേ, ഇതുവരെ അവിടുന്ന് കരുതി, ഇതുവരെ അവിടുന്ന് നടത്തി, ഇതുവരെ അവിടെ ഞങ്ങളെ കൈപിടിച്ചു, ഇതുവരെ അവിടെ ഞങ്ങളെ പരിപാലിച്ചു. ഓ കർത്താവ്, ഞങ്ങളങ്ങനെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഓ കർത്താവേ, ഇപ്പോൾ ഈ
പ്രാർത്ഥനയിൽ ചങ്കുയർന്നുകൊടുക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ നന്ദിയും സ്തുതിപ്പും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ വാഴ്ത്തുകയാണ്. അവിടുന്ന് വലിയ ആശീർവാദം അയക്കണമേ, അവിടുന്ന് വലിയ അഭിഷേകം പകരണമേ, അവിടുന്ന് വലിയ കൃപകൾ പകരണമേ, അവിടുന്ന് വലിയൊരു അനോയിന്റിങ് നൽകണമേ. വചന ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ, പ്രാർത്ഥന ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ, ആരാധന ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ, ഡെലിവറി ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ. ഓരോ വ്യക്തികളെ അവിടുന്ന് ആശീർവദിക്കണമേ, ഓരോ കുടുംബങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ, ഓരോ വംശങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ, ഓരോരുത്തരുടെ പാരമ്പര്യങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ, ഓരോ പ്രാർത്ഥന നിയമങ്ങളെ ആശീർവദിക്കണമേ. ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. സന്തോഷത്തോടെ ഉറക്കെ പറ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മറ്റാരെയേക്കാൾ കൂടുതൽ ചെയ്യുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോരിന്തോസ് ലേഖനത്തിൽ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17, 18 തിരുലിഖിതങ്ങളിൽ കർത്താവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. 1 കോരിന്തോസ് അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 17, 18 തിരുലിഖിതങ്ങളിൽ കർത്താവ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അഭിമാനം തോന്നണം, ഒരു അഭിമാന ബോധം വേണം, ഒരു ആത്മാഭിമാനം വേണം. സൈക്കോളജിസ്റ്റ് പറയാറുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നടത്തുന്നവരൊക്കെ പറയാറുണ്ട്, ഒരു സെൽഫ് എന്നായിട്ടുള്ളൊരു സംഗതി വേണം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം വെളിപ്പെടുത്തുകയാണ്, ഓരോരുത്തർക്കും ഒരു അഭിമാനം തോന്നണം, ഒരു അഭിമാനബോധം വേണം. എന്നാൽ അത് എന്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കർത്താവിലാണ് അഭിമാനിക്കേണ്ടത്. എന്നിട്ട് വീണ്ടും വെളിപ്പെടുത്തുകയാണ്, എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ബൈബിളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് തൻ്റെ മക്കളെ പ്രശംസിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് വലിയൊരു സന്തോഷമാണ്, ദൈവത്തിന് വലിയൊരു ആത്മസന്തോഷമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കളെക്കുറിച്ച് പ്രശംസിച്ച് പറയുക, നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് പ്രശംസിച്ച് പറയുക, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെക്കുറിച്ച് പോസിറ്റീവായി പറയുക, ഇതാ പറയുന്നവർക്ക് വലിയൊരു സന്തോഷമാണ്, വലിയൊരു ആത്മാഭിമാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവിൽ അഭിമാനിക്കാനുള്ള ഒരവസരമാണ്. എന്ന് പറയുന്നത് പോലെ കർത്താവിന് തൻ്റെ ദാസന്മാരെ പ്രശംസിച്ച് പറയുക കർത്താവിന് വലിയ സന്തോഷമാണ്. ഞാൻ ദാവീദിനെ കുറിച്ച് പഠിച്ചപ്പോൾ 1 ദിനവൃത്താന്തം 17-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാം തിരുലിഖിതത്തിൽ ദാവീദ് ദൈവം തന്നെക്കുറിച്ച് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദാവീദിന് വേണ്ടി പല കാര്യങ്ങൾ ദൈവം ദാവീദിന് വേണ്ടി ചെയ്യുകയാണ്. എന്നിട്ട് ദൈവം ചെയ്യുന്ന കാര്യം, ദാവീദ് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദാവീദിനെ പ്രസിദ്ധനാക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവൻ ചിന്തിച്ച് നോക്കിയേ, നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് നമ്മളാണ് ചെയ്തതെന്ന് പറഞ്ഞ് ദൈവം നമ്മളെ പ്രശംസിക്കുക, ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, ദൈവം നമ്മളെ പ്രസിദ്ധനാക്കുക. അവരൊക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ തന്നെ തന്നെ പ്രശംസിക്കാൻ പാടില്ല, തന്നെ തന്നെ പൊങ്ങി പറയാൻ പാടില്ല. അതിനെക്കുറിച്ച് യാക്കോബ് 4:16 വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു, ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യർത്ഥ ഭാഷണം കൊണ്ട് തന്നെ തന്നെ ആത്മപ്രശംസ ചെയ്യരുത്, മറിച്ച് കർത്താവ് നമ്മളെ പ്രശംസിക്കട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ ഞാൻ പാലസ്തീനിലെ പരിസര പ്രദേശങ്ങളിൽ നടന്നു പോയ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, യേശുവിൻ്റെ ഓരോ പ്രവൃത്തികൾ പരിശോധിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ച കാര്യം, യേശു ഇടയ്ക്കിടയ്ക്ക് അനേകം വ്യക്തികളെ പ്രശംസിച്ച് പറയുക. ആരൊക്കെ പറയാം ഹല്ലേലൂയ. അതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ ദൈവം ആരെയാണ് പ്രശംസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആരെയാണ് പ്രശംസിക്കുന്നത്, യേശു ക്രിസ്തു ആരെയൊക്കെയാണ് പ്രശംസിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. മർക്കോസിന് ശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 41 മുതലുള്ള തിരുലിഖിതങ്ങൾ. മർക്കോസ് 12:41 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവൻ ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ധനവാന്മാർ വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ അതൊന്നും യേശുവിന് ശ്രദ്ധയപ്പെട്ടില്ല. അതിനെക്കുറിച്ചൊന്നും യേശു പ്രശംസിച്ച് പറഞ്ഞില്ല. യേശു വളരെ കൃത്യമായിട്ടൊരു കാര്യം കണ്ടിട്ട് പറഞ്ഞു, ഈ ദരിദ്രയായ വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ട് അവളെ ശ്ലാഘിക്കുക, എന്നിട്ട് അവളെ പ്രശംസിക്കുകയാണ്, അവളെക്കുറിച്ച് കമൻറ്റ് പറയുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എപ്പോഴും ഓരോരുത്തരെ വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്, മറ്റാരെയേക്കാൾ കൂടുതൽ നന്നായി ചെയ്തിരിക്കുന്നു, മറ്റാരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. കാരണം അവൾ തനിക്കുള്ളത് മുഴുവൻ ആ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പൂർണ്ണതയിൽ അവൾ ചെയ്തു. അവൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പൂർണ്ണതയിൽ അവൾ പ്രവർത്തിച്ചു. ബൈബിളിൽ തന്നെ മറ്റൊരു ഉദാഹരണം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ വിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 47-ാം തിരുലിഖിതത്തിലാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, പാപനിയായ സ്ത്രീ കർത്താവിൻ്റെ പാദാതികത്തിൽ വന്നിരുന്ന് അവളെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കരഞ്ഞപ്പോൾ യേശു അവളെ നോക്കി ഒരു സെന്റൻസ് പറയുന്നുണ്ട്, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ഈ പാപനിയായ സ്ത്രീയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്, ഇവൾ മറ്റാരെക്കാൾ അധികം എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിരുന്ന് കൊടുത്ത ശമയോനേക്കാൾ, ആ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ അവൾ സ്നേഹിച്ചു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ ആരെയാണ് ദൈവം പ്രശംസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആരെയാണ് ദൈവം പ്രോത്സാഹിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായി ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവം പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിൽ മുഴുവൻ ഹൃദയത്തോടെ ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നത്. ഇനിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ഉദാഹരണങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലാണ്, 10-ാം തിരുലിഖിതത്തിൽ. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം തിരുലിഖിതത്തിൽ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച ഭവനത്തിലാണ്. അങ്ങനെ ശതാധിപൻ കർത്താവിനെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് കർത്താവിനോട് ശതാധിപൻ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങൻ്റെ വീട്ടിലേക്ക് വന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, അപ്പോൾ തന്നെ എൻ്റെ ഭൃത്യൻ വീട്ടിൽ കിടക്കുന്ന എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചുകൊള്ളും. ഇത് കേട്ടപ്പോൾ യേശു അവനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്, യേശു കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചെന്നോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവൻ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലൊരു വിശ്വാസം ഇസ്രായേൽ ഒരുവൻ പോലും കണ്ടിട്ടില്ല. അപ്പം ചുറ്റും നിൽക്കുന്ന മറ്റെല്ലാവരേക്കാൾ കൂടുതലൊരു വിശ്വാസത്തിൻ്റെ നിറവ് കണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സംഭവം ഇതേപോലെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിലാണ്. മത്തായി 11:11. അവിടെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ഓരോരുത്തരെ കമ്പയർ ചെയ്തിട്ട് യേശു പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ,
യേശു എന്തെങ്കിലും നിന്നെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ടോ? യേശു എന്തെങ്കിലും നിന്നെക്കുറിച്ച് ഒന്ന് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾ ചിന്തിച്ച്, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച്, ഇന്ന് നമ്മൾ രാവിലെ കുർബാനയ്ക്ക് പോയി ആ കുർബാനയെക്കുറിച്ച് യേശു എങ്ങനെ പറയുമോ? ഇവൻ മറ്റാരേക്കാൾ കൂടുതൽ നന്നായി ബലിയർപ്പിച്ചിരിക്കുന്നു. ഇന്ന് നീ കുമ്പസാരിച്ച്, നീ മറ്റാരേക്കാൾ നന്നായി കുമ്പസാരിപ്പിച്ചു എന്ന് യേശു നിന്നെക്കുറിച്ച് പറയുമോ? നീ ഇന്ന് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചു, യേശു ആശ്ചര്യപ്പെട്ട് ഇവൾ മറ്റാരേക്കാൾ നന്നായി പഠിപ്പിച്ചിരിക്കുന്നു പറയുമോ? അവരൊക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മാതാപിതാക്കന്മാരെ നീ ശുശ്രൂഷ ചെയ്തു, യേശു പറയോ മറ്റാരേക്കാൾ കൂടുതൽ നന്നായി ഇവൻ ഇന്ന് മാതാപിതാക്കന്മാരെ നന്നായി നോക്കിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും യേശു നിന്നെക്കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ടോ? ഒരിക്കലും യേശുവിന് നിന്നെക്കുറിച്ച് അഭിമാനം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും യേശു നിന്നെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആശ്ചര്യപ്പെടണം, ദൈവം നമ്മളെക്കുറിച്ച് അഭിമാനിക്കണം, ദൈവം നമ്മളെക്കുറിച്ച് പ്രശംസിക്കണം. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് ബൈബിളിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കന്മാർ മരണം വഴി വേർപെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മക്കൾ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്, കുറച്ചുകൂടെ നന്നായിട്ട് മാതാപിതാക്കന്മാരെ നോക്കാമായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ നിൻ്റെ പ്രവർത്തികൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുക, കുറച്ചുകൂടെ നന്നായി ചെയ്യുക. അപ്പോൾ ദൈവം തന്നെ പ്രശംസിക്കാൻ ഇടവരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ, യേശു നമ്മളെക്കുറിച്ച് പ്രോത്സാഹനത്തോടെ ആശ്ചര്യപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുക. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ 10-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്ക 10:27. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എന്നിട്ട് നല്ല സമരിയാക്കാരൻ ഉപമ കർത്താവ് പറഞ്ഞ്, എന്നിട്ട് ആ സമരിയാക്കാരൻ ആ വ്യക്തി അതിൻ്റെ അവസാനത്തിൽ ആ മുറിവേറ്റ വ്യക്തിയെ സത്രത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഇങ്ങനെയാണ് പറയണത്. അതിന് 10:35 വചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അടുത്ത ദിവസം അവൻ സത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വന്നു വരുമ്പോൾ തന്നുകൊള്ളാം. കൂടുതലായി എന്തെങ്കിലും അതൊന്നും കൂടെ തന്നുകൊള്ളാം. ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പൂർണ്ണതയിൽ ചെയ്തു. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതി അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വേണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ? പ്രിയപ്പെട്ട കുട്ടികളെ, കുറച്ചുകൂടെ വേണമെന്ന് വെച്ചാൽ നന്നായി പഠിക്കാൻ പറ്റുമായിരുന്നല്ലോ, കുറച്ചുകൂടെ നന്നായിട്ട് കുർബാന സംബന്ധിക്കാൻ പറ്റുമായിരുന്നല്ലോ, കുറച്ചുകൂടെ നന്നായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുമായിരുന്നല്ലോ, കുറച്ചുകൂടെ നന്നായിട്ട് നിനക്ക് മാതാപിതാക്കന്മാരെ നോക്കാൻ പറ്റുമായിരുന്നല്ലോ, കുറച്ചുകൂടെ നന്നായിട്ട് ജീവിത പങ്കാളി നിനക്ക് സ്നേഹിക്കാൻ പറ്റുമായിരുന്നല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ നന്നായി ചെയ്താൽ, പൂർണ്ണ ഹൃദയത്തിൽ ചെയ്താൽ, ചെയ്തതിൻ്റെ വലിപ്പമല്ല ചെയ്തതിൻ്റെ മനോഭാവമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ദൈവം നമ്മളെ നോക്കി പറയും, ഇവൾ മറ്റാരെക്കാൾ നന്നായി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രോത്സാഹന പ്രശംസ ഏറ്റുവാങ്ങാൻ തക്കവിധം നമ്മുടെ മനസ്സിലൊരു തീരുമാനമെടുക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എൻ്റെ കർത്താവെ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ, പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, വചന ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടുന്ന ഓരോ ദാസന്മാരുടെ മേലും ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ മുഴുവൻ ഫലം പുറപ്പെട്ടു വെച്ച് കർത്താവേ, ദൈവരാജ്യത്തിൽ കൂടുതൽ നന്നായി അധ്വാനിക്കാനുള്ള ഒരാത്മാവിൻ്റെ അഭിഷേകം താലിപ്പോൾ മുദ്രിതമായി തീരട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ പ്രശംസിക്കപ്പെടുക. ജീവജലം വചന സത്യമേ, നിത്യസത്യമേ, വചന സത്യമേ, നിത്യസത്യമേ,
യേശുവാകും സത്യമേ ജീവനാഥനേ, യേശുവാകും സത്യമേ ജീവനാഥനേ. യേശുവേ അങ്ങേയ്ക്കാരാധന, യേശുവേ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനങ്ങളോടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ കരങ്ങൾ ഉയർത്തി കാരണവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവർ സ്വർഗത്തിൽ, അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തൽക്ഷണം അവരുടെ നിലവിളി ശ്രവിക്കുകയും പ്രവാചകൻ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിലവിളികളും കേൾക്കുന്ന ദൈവമാണ് അവിടുന്ന്. തോബിത്തിൻ്റെ സാറായുടെയും കുടുംബം നിലവിളിച്ചപ്പോൾ തൽക്ഷണം നിലവിളി കേട്ട് റഫായേൽ ദൂതനെ അവർക്ക് സഹായത്തിന് വേണ്ടി അയച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളും നൊമ്പരങ്ങളും രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ദുരിതങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഒരു ദൂതനെ എനിക്ക് വേണ്ടി അയക്കണമേ. ദൈവമേ, ഒരു സഹായത്തിൻ്റെ കരം അവിടുന്ന് എനിക്ക് ഉയർത്തണമേ. അവിടുന്ന് ആശീർവദിച്ച് എനിക്ക് വിടുവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായി ഉയർത്തിപ്പിടിച്ച് ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥകളും സമർപ്പിച്ച് കുടുംബത്തിൻ്റെയും എല്ലാവിധ പ്രശ്നങ്ങളെയും കെട്ടുകളെയും സമർപ്പിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ യേശുവേ, അവിടുന്ന് ഇപ്പോൾ കരം നീട്ടി ഓരോ ദാസന്മാരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, ഇപ്പോൾ കൈകൾ ഉയർത്തി അങ്ങയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരെയും അവിടുന്ന് വിട്ടുപിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ മാറട്ടെ, ചങ്ങലകൾ മാറട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ മക്കൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ഇപ്പോൾ ജോലിയുടെ മേലെ തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഇപ്പോൾ ഭവനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലസംബന്ധമായ സ്ഥാപനമായ തടസ്സങ്ങളും കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവ ആരാധന. കണ്ണുനീര് കൊതുന്ന ഓരോ ജീവിതങ്ങളെ കണ്ണുനീരൊപ്പണമെന്ന് പ്രാർത്ഥിക്കുക. സാക്ഷികൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവ ആരാധന, യേശുവ ആരാധന. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വചനവിത്തുകൾ ഞങ്ങൾ ജീവിത സാക്ഷ്യമേകിയെന്നും